അവരെവിടെയെങ്കിലും സേഫായിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. അത്രയെങ്കിലും എല്ലാവർക്കും ഒരു ആശ്വാസമായനെ. സാറ് പേടിക്കണ്ട. ഏതായാലും അപ്പു ഒരു ആൺകുട്ടിയല്ലേ, മാളുവിനെ അയാൾ നല്ല പോലെ കെയർ ചെയ്തോളൂ. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ശരി തന്നൽ, എന്നാ പിന്നെ ഞാൻ പോട്ടെ. എല്ലാവരും വീട്ടിൽ ടെൻഷൻ അടിച്ചിരിക്കുക. എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അപ്പുവിന് ഭാഗത്തുനിന്നുണ്ടായാൽ എന്നെ വിളിക്കണേ. ഷുവർ സാർ, ഞാൻ ഉറപ്പായി അറിയിക്കാം. ഓക്കെ നന്ദൻ. അല്ല ഡേസമ്മ, നീ എന്നതിനാ ഈ പട്ടിണി കിടക്കുന്നേ? അതിന് മാത്രം എന്നതാ സംഭവിച്ചത്? ആരെങ്കിലും ചത്തുപോയോ? നീ നോക്കണ്ട. കണ്ണി കൊള്ളാനുള്ളത് പുരുകത്ത് കൊണ്ടെന്ന് സമാധാനിക്കാ ഇപ്പൊ വേണ്ടത്. നമ്മുടെ വാക്കും കേട്ട് ചെറുക്കം പോയി സമസ്താപരാധവും പറഞ്ഞ അവളുടെ കാലേ കെട്ടി വീണ് വീണ്ടും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരുന്നെങ്കിലേ എന്താകുമായിരുന്നു ഇവിടുത്തെ അവസ്ഥ? ഒന്നുമില്ലേലും അങ്ങനൊരു നാണക്കേട് നീ ഇപ്പൊ രക്ഷപ്പെട്ടില്ലേ? ചോദിക്കുന്നവരോടെ നമ്മളിത് നേരത്തെ മനസ്സിലാക്കി ബന്ധം പിരിയാൻ തയ്യാറായതാണെന്നും പറഞ്ഞ് രക്ഷപ്പെടാമല്ലോ. അതുകൊണ്ട് മരണ വീട് പോലെ ഇങ്ങനെ ഇരിക്കുകയല്ല വേണ്ടത്. വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് കർത്താവിനോട് നന്ദി പറഞ്ഞ് ആശ്വസിക്കുകയാണ് വേണ്ടത്. എന്നാലും നടന്നതൊക്കെ സത്യമാണോന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ തോന്നുന്നില്ല അമ്മച്ചി. അതാ നിന്റെ കുഴപ്പം. ഇപ്പോഴും നിനക്ക് അവളോടാ കൂറ്. നടന്നത് പിന്നെ സത്യമല്ലാതെ സ്വപ്നമാണെന്നാണ് നീ പറഞ്ഞു വരുന്നത്. എന്റെ ഡേസമോ ചെറുക്കനാണെന്നും പറഞ്ഞ് നടക്കുന്ന ആ കൊച്ചനെയും കൊണ്ടേ അവള് ധ്യാനം കൂടാൻ പോയതൊന്നുമല്ല, ഒരുമിച്ച് ജീവിക്കാൻ പോയതാ. അതോർത്താ നിന്റെ ഈ തളർച്ചയും മനപ്രയാസവും ഒക്കെ അങ്ങ് മാറിക്കോളും. ജോബിൻ വന്നു തോന്നുന്നു. എന്നതാടാ ജോക്കുട്ടാ, പുറപ്പെട്ടു പോയവരുടെ വല്ല വിശേഷം അറിഞ്ഞോ? ഇല്ല, രണ്ടുപേരെ കുറിച്ചും ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല. എങ്ങനെ കിട്ടും? മണവാളന്റെ കയ്യും പിടിച്ച് മണവാട്ടി കൊച്ച് മധുവിധു ആഘോഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുമല്ലയോ. രണ്ടും കൂടെ രായ്ക്ക് രാമാനം ഈ നാട് തന്നെ വിട്ടിട്ടുണ്ടാവും. ആ, എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് കൊള്ളാവുന്ന വല്ല ആണുങ്ങളുടെയും കൈ കിട്ടി കഴിയുമ്പോ തീർന്നോളും രണ്ടിന്റെ അഹമ്മതി. അമ്മച്ചി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്നതാ ഞാൻ മുണ്ടിയ കുഴപ്പം? ദൈവത്തിന് നിരക്കാത്ത പണി ആ അഹങ്കാരികൾ രണ്ടിനും കൂടി ചെയ്യാം. ഞാനിത് വിളിച്ചു പറയുമ്പോഴേ നിനക്ക് ദണ്ണമുള്ളോ? നീ നോക്കിക്കോ, ഇങ്ങനെ വേലി ചാട് നടക്കുന്നതിന്റെ ഒക്കെ അനുഭവം ഇതാ. നല്ല കുതിര നടന്നു മുള്ളുന്നു, പിന്നെയാണ് മുടന്തം കുതിര. നീ പിന്നെ മുരളിയുടെ അടുത്തേക്ക് പോയോ? ഇല്ല മമ്മി, പിന്നീട് അങ്ങോട്ട് പോവാൻ തോന്നിയില്ല. വിജയ് എന്തു പറയുന്നു? വിജയങ്ങളും അങ്കിളിൻ്റെതായിട്ടൊരു അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷെ രണ്ടുപേരെ കുറിച്ചും ഒരു വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ അമ്മച്ചി പറഞ്ഞതുപോലെ അവർ ഈ സിറ്റി വിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ജോബിൻ. അവരിവിടെ തന്നെ ഉണ്ടാവുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അല്ല, നീ പറഞ്ഞ പോലെ അവരിനി ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചു നടക്കാണെന്ന് തന്നെ ഇരുന്നോട്ടെ. അതുകൊണ്ട് എന്താ ഒരു പ്രയോജനം? ഡേസമോ, ഒരു കാര്യം ഞാൻ പറയാം. അവൾ ഇപ്പോഴും നിന്റെ മരുമോളാ. പക്ഷേ ഇനി അവൾ തിരിച്ചു വന്ന ഈ ചെറുക്കനെ കൊണ്ട് വീണ്ടും അവളെ എടുത്ത് തലയിൽ വെപ്പിക്കരുത്. പുകഞ്ഞ കൊള്ളി പുറത്ത്. അങ്ങനെ കരുതിയാ നിന്റെയും നിന്റെ മോന്റെയും ജീവിതം രക്ഷപ്പെടും. ഇല്ലെങ്കിലേ പറഞ്ഞില്ലെന്ന് വേണ്ട ഡേസമ്മോ, മോന്റെ ജീവിതം നായ നക്കിയ കഞ്ഞി പോലെ ആയി പോവും. ഓർത്തോ? ഇന്നൊരു ദിവസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് പോലീസിലെ കംപ്ലൈന്റ് കൊടുക്കാന്ന് മുരളിയങ്ങള് പറയുന്നത്. എന്താ വക്കീലെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? എന്തിനാണ് ഇപ്പൊ ഇങ്ങനൊരു സിറ്റിംഗ് എന്നാണോ ആലോചിക്കുന്നത്? എക്സാക്ട്ലി. പെട്ടെന്ന് അലീനയ്ക്ക് ഇങ്ങനൊരു പശ്ചാത്താപം തോന്നാൻ മാത്രം എന്താണ് കാരണമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ വിട്ട് പോകാനുള്ള ആലോചനയുടെ ഭാഗമാണോ അതോ ചെയ്തത് തെറ്റായിപ്പോയെന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടത് കൊണ്ടാണോ? രണ്ടും കുറേശ്ശേ ഉണ്ടെന്ന് കൂട്ടിക്കോ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് പോകുന്നതിന് മുൻപ് ജോബിനെ കൊണ്ടൊരു ബിഗ് യെസ് പറയിപ്പിക്കണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എന്താ ഇപ്പൊ പറയാ?
അപമാനിക്കപ്പെട്ട സ്ത്രീത്വത്തിന്റെ പ്രതികാരം എന്നൊക്കെ ഒരു പൈങ്കിളി ലെവലിൽ ടാഗ് ചെയ്യാം. പക്ഷേ അയാളെ മിസ് ചെയ്യുന്നത് എനിക്ക് സങ്കടം തന്നെയാ. എന്നാലും ഞാൻ ഇനി ഇത് ഫോർവേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഹിമ പറഞ്ഞ പോലെ അവരെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിട്ടുകൊടുക്കാൻ തന്നെ എന്റെ തീരുമാനം. ഈ തീരുമാനം അല്പം വൈകിപ്പോയില്ലേ ഡോക്ടറെ? ഇനിയിപ്പോ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ ഹിമ? ശരിക്കും അവരുടെ ഡിവോഴ്സ് പെറ്റീഷൻ കോടതിയിൽ ഫയൽ ചെയ്തോ താൻ? അതൊന്നും വേണ്ടി വന്നില്ല. പിന്നെന്താ വക്കീൽ അങ്ങനെ പറഞ്ഞ? ഏയ് ഒന്നുമില്ല, ഞാനിപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. വക്കീല് പറ, ഈ കാര്യം സോൾവ് ചെയ്യാൻ ഞാൻ ഇനി എന്താ വേണ്ടേ? ജോബിനെയും മാളുവിനെയും നേരിട്ട് കണ്ട് സംസാരിക്കണോ? ഞാൻ അതിനും തയ്യാറാ. ഞാൻ കാരണം മാളുവിന് എന്ത് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യേണ്ടത് എന്റെയും കൂടെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പൊ ഡോക്ടറിന്റെ പ്രഗ്നൻസിയോ അതൊരു ഫേക്ക് സ്റ്റോറിയാണെന്ന് പറയേണ്ടി വരില്ലേ? അതിനും ഞാൻ വില്ലിംഗ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്ന സ്നേഹത്തിന് നമ്മുടെ ജീവിതത്തില് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി ഹിമ. ഒരർത്ഥത്തില് ഹിമയുടെ വാക്കുകളാണ് എന്റെ കണ്ണു തുറപ്പിച്ചത്. താൻ പറഞ്ഞതുപോലെ നമ്മുടെ അച്ഛനമ്മമാര് തമ്മിൽ നല്ല ബന്ധത്തിലല്ലെങ്കിൽ നമുക്കും മറ്റുള്ളവരുടെ ബന്ധത്തിന്റെ മൂല്യം കാണാൻ കഴിയില്ല. എന്റെ കേസിലും അതാ സംഭവിച്ചത്. എന്റെ സെൽഫിഷ്നെസ് കാരണം എത്ര നികൃഷ്ടമായിട്ടാ അവരെ തമ്മിൽ അകറ്റാൻ ശ്രമിച്ചത്. ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛവും വെറുപ്പും ഒക്കെ തോന്നുന്നുണ്ട്. ഈ ഒരു മാനസാന്തരം നല്ലതാ അലീന. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അലീന വല്ലാണ്ട് വൈകിപ്പോയി. ഇപ്പോഴും അതിന്റെ കാരണം എന്താന്ന് ഹിമ എന്നോട് പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ആണോ? ഹിമ, എന്താണെങ്കിലും എന്നോട് തുറന്നു പറയൂ. ഞാൻ ആരോടും ഷെയർ ചെയ്യില്ല. ബിലീവ് മീ. ജോബിനും മാളുവും തമ്മിൽ ഇനിയൊരു റീജോയിനിങ് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. വൈ? മാളു അപ്പൂനൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു. സോറി, വാട്ട് ഡു യു മീൻ? യെസ്, ഞാൻ പറഞ്ഞത് സത്യമാണ്. അവര് രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ചാണ്. ആൻഡ് ദേ ആർ മിസ്സിംഗ്. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഏയ് അലീന, വാട്ട് ഹാപ്പൻ? നത്തിങ്. വെറുതെ ആണെങ്കിലും ഞാൻ പ്രവചിച്ചൊരു കാര്യം സത്യമാണല്ലോ എന്നതിന്റെ സന്തോഷം കൊണ്ട് ചിരിച്ചു പോയതാ വക്കീലെ. പിന്നെ എന്റെ ചൂണ്ടയിൽ നിന്നും സമർത്ഥമായി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും വക്കീലിന് അതിൽ കൊത്തേണ്ടി വന്നല്ലോ എന്നുള്ള സന്തോഷവും ഉണ്ട്. അലീന എന്താ ഉദ്ദേശിച്ചത്? ഹിമ, 2-3 ദിവസമായിട്ട് മാളുവിനെ അപ്പൂനെ കുറിച്ചും ഒരു അപ്ഡേറ്റ്സും എനിക്കില്ലായിരുന്നു. ദാറ്റ് മീൻസ് എന്റെ അന്വേഷണ പരിധിക്ക് പുറത്തായിരുന്നു രണ്ടാളും. ഇപ്പൊ അവർക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് ലക്ഷ്യത്തിലേക്കുള്ള എന്റെ വഴി കുറെ കൂടെ എളുപ്പമായിരിക്കുന്നു, അല്ലേ ഹിമ? ഓ, അപ്പൊ എന്റെ മുന്നിൽ ഈ കാണിച്ചതൊക്കെ വെറും നാടകമായിരുന്നല്ലേ? സോറി, എനിക്ക് അങ്ങനെ ഒരു നമ്പർ ഇറക്കേണ്ടി വന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, അപ്പവും മാളുവും എന്റെ സർവൈലൻസിൽ നിന്ന് മിസ്സിംഗ് ആയിരുന്നു. അതിന്റെ കാരണം ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. ഇപ്പൊ റൂട്ട് ക്ലിയറാ. അപ്പോ എന്റെ ചെറുക്കനിപ്പൊ തനിച്ചാണല്ലേ? ഇനിയിപ്പൊ അവനെ ഞാനിങ് എടുക്കുന്നതില് വക്കീലിന് വിരോധമൊന്നുമില്ലല്ലോ? നോ കമന്റ്സ്. പക്ഷെ അലീന, താൻ അതിനു വേണ്ടി ഉറക്കമിളക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോ മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ജോബിൻ ചിന്തിച്ചാൽ പോലും തന്നെ സ്വീകരിക്കുന്ന കാര്യത്തിൽ അയാൾ രണ്ടാമതൊന്ന് ചിന്തിക്കും. ചിന്തിച്ചോട്ടെ. അവൻ എത്ര ചിന്തിച്ചാലും തല പുകഞ്ഞാലും അലീനയുടെ കപ്പ് ഓഫ് ടീ ജോബിൻ തന്നെയാണ്. അല്ലെങ്കിൽ വക്കീല് കണ്ടോ. ഏതായാലും ഇത്രയും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തതില് വക്കീലിനോട് എനിക്ക് തീർത്താൻ തീരാത്ത നന്ദിയുണ്ട്. നമുക്ക് ഓരോ ജ്യൂസ് കൂടി പറഞ്ഞാലോ? അതോ ഞാൻ വീട്ടിലൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ വിത്ത് സം സ്പെഷ്യൽ വൈൻ അറേഞ്ച് ചെയ്യട്ടെ? സോറി, ഈ ട്രീറ്റ് തൽക്കാലം ഞാൻ റിജക്ട് ചെയ്യുന്നു. അലീനയുടെ കയ്യിൽ നിന്ന് ഒരു ട്രീറ്റ് വാങ്ങണമെന്ന് തോന്നുമ്പോ നമുക്ക് വീണ്ടും ഇരിക്കാം. താൻ പറഞ്ഞതുപോലെ അന്നൊരു ജ്യൂസ് ആക്കണ്ട, ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ തന്നെയാകാം വിത്ത് സം സ്പെഷ്യൽ വൈൻ. ഇപ്പൊ എന്നെ വിട്ടേക്ക്. അശ്വതി,
ദേ നീ ഇതങ്ങ് കുടിച്ചേ. ഞാൻ ഇത്തിരി ഓട്സ് ഉണ്ടാക്കിയതാ. എനിക്ക് വേണ്ടമ്മേ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? നേരം വെളുത്തിട്ട് ഇതുവരെ ഒരു വക കഴിച്ചില്ല നീ. ഇതെങ്കിലും കഴിക്കേ. അമ്മേ മുരളിയേട്ടനും വല്ലതും കഴിച്ചോ? ഞാൻ 2 ഗോതമ്പ് ദോശ ഉണ്ടാക്കി കഴിച്ചു. മുരളിയോട് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. മരുന്ന് കഴിക്കുന്നോണ്ട് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ എനിക്ക് പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. നിനക്കും മുരളിക്കും വേണ്ടിയാ ഞാനിത് ഉണ്ടാക്കിയത്. നീ ഇത് കഴിച്ചേ. എല്ലാരും ഇങ്ങനെ പട്ടിണി കിടക്കാൻ ഇത് മരണവീടൊന്നും അല്ലല്ലോ. പെണ്ണ് കാണിച്ച അഹങ്കാരത്തിന് ഒരു കണക്കിന് നോക്കിയാ മുരളി എടുത്ത നിലപാട് തന്നെയാ ശരി. പുകഞ്ഞ കൊള്ളി പുറത്ത്. അവളുടെ ഇഷ്ടത്തിനങ്ങ് ജീവിക്കാൻ വിട്ടുകൊടുത്തേക്കണമെന്നേ. നമ്മൾ പിന്നെ കണ്ട ഭാവം നടിക്കാൻ പോകരുത്. കുറച്ചു നാളാ പണിക്കരുടെ കൊച്ചിന്റെ വാലെ തൂങ്ങി നടന്നു മടുക്കുമ്പോ അവക്ക് മനസ്സിലാവും അഴകുള്ള ചക്കയിൽ ചൊളയില്ലായിരുന്നെന്ന്. അന്നേരം അവള് പൊറുതിയും മതിയാക്കി താനെ ഇങ്ങ് പോന്നോളും. അപ്പൊ ഒരു കാരണവശാലും അവളെ ഈ അടിച്ചതിനകത്ത് കയറ്റരുത്. ഇപ്പൊ ഈ അഹങ്കാരം കാണിച്ചതിന്റെ ഫലം അന്ന് അവള് ശരിക്കും അനുഭവിക്കണം. അതാ വേണ്ടത്. അങ്ങനെയൊക്കെ പെരുമാറാൻ നമ്മുടെ മനസ്സ് അനുവദിക്കും അമ്മേ. എന്താ കുഴപ്പം? അവക്ക് ഈ നന്ദികേട് നമ്മളോട് കാണിക്കാങ്കി തിരിച്ച് നമുക്കും ആവാം. അല്ലെങ്കിൽ തന്നെ അവൾ ആ അപ്പുവിന്റെ കൈയും പിടിച്ച് ഒരു സുപ്രഭാതത്തിൽ ഇവിടെ വന്നു കയറിയ നീ സമ്മതിക്കൂ? അഥവാ ഇനി നിനക്കൊരു മനസ്സലവ് തോന്നിയാൽ തന്നെ മുരളി അതിനെ അനുവദിക്കൂ? അയാളെ അതിന് ആർക്കെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? അമ്മാതിരി നാണക്കേടല്ലേ അവള് നമുക്ക് വരുത്തി വെച്ചത്. നാണക്കേടിന്റെ കാര്യം പോട്ടെ, അവൾ അവളുടെ ജീവിതത്തെക്കുറിച്ചെങ്കിലും ആലോചിക്കണ്ടായിരുന്നു അശ്വതി. ഇങ്ങനെ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയ ഒരുത്തിയെ കെട്ടാൻ ഇനി കൊള്ളാവുന്ന കുടുംബത്തിലെ ഏതെങ്കിലും ഒരു പയ്യൻ താല്പര്യപ്പെട്ട് ഇനി മുന്നോട്ട് വരുമോ? അഥവാ ആരെങ്കിലും തയ്യാറായി വന്നാ അതവളുടെ സൗന്ദര്യവും സാമർഥ്യവും മോഹിച്ചായിരിക്കില്ല. മുരളി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ സമ്പാദ്യം മോഹിച്ചു വരുന്നവരായിരിക്കും. അങ്ങനെ ഒരാളുടെ കൂടെയുള്ള ജീവിതം എത്ര കാലം ഉണ്ടായിരിക്കുമെന്ന് ആർക്കറിയാം? എന്നാലും അവർ രണ്ടുപേരും ഇപ്പൊ എവിടെയിരിക്കും? ആരായിരിക്കും അവരുടെ സഹായത്തിനുണ്ടാവുക? കുട്ടികൾ അബദ്ധമൊന്നും കാണിക്കാതിരുന്നാ മതിയായിരുന്നു. ഈ കാണിച്ചതിലും വലിയ അബദ്ധം ഇനി അവരെന്ത് കാണിക്കാനാ അശ്വതി? നീ സമാധാനപ്പെട്. എവിടാന്ന് വെച്ചാ അവര് പോയി ജീവിക്കട്ടെ. നശിച്ച കുരുപ്പിന്റെ കൈയും പിടിച്ച് അവള് നമ്മുടെ കൺവട്ടത്തെങ്ങും വരാതിരുന്നാ മതിയായിരുന്നു. എനിക്ക് ജന്തുനെ കാണുന്നതേ അറപ്പാ. നീ കഴിക്കേ. ഡോക്ടർ വരൂ. മാളു അകത്തുണ്ട്. ആള് നല്ല ഉറക്കാണല്ലോ. അതെ, ഉണർത്തണോ? വേണ്ട, ഉറങ്ങട്ടെ, ഡിസ്റ്റർബ് ചെയ്യണ്ട. രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് വീട്ടിൽ അറിയിച്ചോ? ഇല്ല. അറിയിക്കാതിരുന്നത് പോലീസ് കേസാവില്ലേ? ഇതുവരെ പോലീസിൽ ഇൻഫോം ചെയ്തിട്ടില്ല. എന്ന് കരുതി ഇനി ചെയ്തുവിടുന്നില്ലല്ലോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് നിങ്ങളെ ഇവിടേക്ക് വിട്ടയാൾ എനിക്ക് ഉറപ്പ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാ ഞാൻ ഈ കേസ് അറ്റൻഡ് ചെയ്യുന്നത്. ഇല്ല ഡോക്ടർ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഉറപ്പ്. ശരി, എങ്കിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോളൂ. നാളെ ഞാൻ പകല് വരാം. ഓക്കെ? ശരി. വാതിലടച്ചോളൂ. ഗീത, ഇനിയിപ്പോ ആരെയാ നമ്മൾ കാത്തിരിക്കുന്നത്? വാ കിടക്കാം. ഡെയ്സി പറഞ്ഞ കാര്യത്തെപ്പറ്റിയാ ഞാൻ ആലോചിച്ചത്. അപ്പൂന് രാത്രിയില്
തനിച്ചൊരിക്കലും മാളുവിനെ അവിടെ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആരോ അവരുടെ സഹായത്തിനൊപ്പം ഉണ്ടായിരിക്കില്ലേ VP? ആരാ ഒപ്പം ഉണ്ടായാലും ഇല്ലെങ്കിലും അവരുദ്ദേശിച്ച കാര്യം നടന്നു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ആരാന്ന് അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. രണ്ടുപേരെക്കുറിച്ചും ഇതുവരെ ഇൻഫർമേഷൻ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നാളെ തന്നെ പോലീസിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണം. ചിലപ്പോൾ അപ്പു മാളുവിനെ പ്രലോഭിപ്പിച്ച് കടത്തിക്കൊണ്ടുപോയെന്നാവും മുരളിയുടെ പക്ഷത്തു നിന്നുള്ള പരാതി. മുരളി അശ്വതിയൊക്കെ വിചാരിക്കുന്നത് അപ്പുവിന്റെ ഈ പ്രവൃത്തിയിൽ നമുക്കും പങ്കുണ്ടെന്നാണ്. ഇന്നത്തെ സംഭാഷണത്തിൽ നിന്ന് എനിക്കത് ബോധ്യമായി. ആരെന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ VP, സത്യം എന്താന്ന് നമുക്കറിയാമല്ലോ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അപ്പുവും ആളും ഒരുമിച്ചാണ് പോയതെങ്കിൽ ആരോ അവർക്ക് പിന്തുണയായിട്ട് കൂടെയുണ്ടെന്ന് തന്നെയാ. അവർ ഒരുമിച്ചാണെന്നുള്ള കാര്യത്തിൽ തനിക്കിപ്പോഴും സംശയമുണ്ടോ ഗീത? എങ്കിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട. അപ്പവും ആളും ഒരുമിച്ച് തന്നെയാ, അത് ഉറപ്പാ. ഇന്നൊരു ദിവസം അധികം ആരും അറിയാതെ കഴിച്ചുകൂട്ടി. നാളെ മുതൽ എല്ലാരും നടന്നതൊക്കെ അറിഞ്ഞു തുടങ്ങും. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസ് ചിലപ്പോ രണ്ടുപേരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ പത്രത്തിൽ ലുക്കൌട്ട് നോട്ടീസ് കൊടുത്തെന്നും വരും. എല്ലാരോടും എന്ത് പറയും നമ്മള്? വിധി അതാണെങ്കിൽ അനുഭവിച്ചല്ലേ പറ്റൂ. താൻ വാ, വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്ന ഭ്രാന്ത് പിടിക്കും. കിടക്കാൻ നോക്ക്. അപ്പു ആരാ? ഞാനാ. ഇതിവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഇതിനകത്തൊരു ഫോൺ കൂടിയുണ്ട്. ഫോണിലെ സിം ആക്ടിവേറ്റഡ് ആണ്. നാളെ വീട്ടിലേക്ക് ഒരേ ഒരു പ്രാവശ്യം മാത്രം വിളിക്കാം. ശേഷം സിം ഊരി നശിപ്പിച്ച് കളയുക. ബാക്കി കാര്യങ്ങൾ പിന്നാലെ. ഹലോ പ്രവീൺ, ഗുഡ് മോർണിംഗ്. ഞാൻ പ്രവീണിനെ ഒന്ന് വിളിക്കാതിരിക്കുകയായിരുന്നു. ഞാൻ 2-3 ദിവസത്തേക്ക് ഓഫീസിലുണ്ടാവില്ല. ഇല്ലില്ല, ടൂറൊന്നുമില്ല. ചില പേഴ്സണൽ വിഷയങ്ങൾ. ഓഫീസിലെയും സൈറ്റിലെയും കാര്യങ്ങൾ പ്രവീണും അമലയും കൂടെ വേണം മാനേജ് ചെയ്യാൻ. അത് സാരമില്ല, ആരുടെയെങ്കിലും കൈ കൊടുത്തു വിട്ടാൽ മതി. ശരി, വേറെ ഒന്നുമില്ല പ്രവീൺ, ഞാൻ വിളിക്കാം. മുരളിയേട്ടാ, ദാ ചായ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ മുരളിയേട്ടന്റെ പ്ലാൻ? ഒന്നും എനിക്കറിയില്ല ശ്രുതി. എന്റെ തലയിൽ ഒന്നും അങ്ങോട്ട് ഉദിക്കുന്നുമില്ല. ആകെ ഒരു കടന്തക്കൂട് എരമ്പ് പോലെ. എന്താ ഏതാ എന്നൊന്നും എനിക്ക് ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല. എന്തൊരു വിധി എന്റെ ഈശ്വര.